അപ്പോൾ ഗൈസ്, വെൽക്കം ടു പാരീസ്. അങ്ങനെ നമ്മൾ പാരീസിലെത്തിയിരിക്കണം കേട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ടാക്സി പിടിച്ച് നേരെ പോയത് മെർക്വയർ ഹോട്ടലിലായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ടു ഇദ്ദേഹത്തിന്. ആരാ ഈ നിൽക്കണേ? നമ്മുടെ സ്വന്തം ഈഫിൾ ടവർ. അങ്ങനെ ഈഫിൾ ടവർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോയത്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ കാണുന്നത് ഈഫിൾ ടവർ കേട്ടോ. ഹാർഡ്ലി ഒരു 500 മീറ്റേഴ്സേ ഉള്ളൂ, നടന്നു പോകുന്നുള്ള ദൂരമേ ഉള്ളൂ. ഈ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. കുട്ടി റൂമായിരുന്നു, എന്നാലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് പൈസയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എടുത്തതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള റൂമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ റൂമിൽ ഇരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഈഫിൾ ടവർ കാണാമായിരുന്നു. അതാകുമ്പോൾ പാരീസ് വിടുന്ന വരെ ഈഫിൾ ടവർ നോക്കാമല്ലോ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി കേട്ടോ. എന്നാലും നമ്മൾ അധികമൊന്നും വീഡിയോസ് എടുത്തില്ല. നമ്മൾ മാക്സിമം നമ്മളെ കണ്ണിൽ കാണുന്നുള്ളത് നമ്മൾ കണ്ടു കേട്ടോ. നമ്മളെപ്പോഴും എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, പാരീസ് ഭയങ്കര റോബറി സ്ഥലമാണ്, സ്നാച്ചിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പോക്കറ്റിലൊന്നും ഫോൺ വയ്ക്കാതെ സ്ലിം ബാഗിൽ എല്ലാം ഇട്ട് സംഭവം ജാക്കറ്റിൻ്റെ അകത്തിട്ട് ജാക്കറ്റും ക്ലോസ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് വലുതായിട്ടൊന്നും വീഡിയോ എടുത്തില്ല. കുട്ടി ഷോർട്സ് ആയിരുന്നു എടുത്തിരുന്നത് കേട്ടോ. ഇതാണ് ഫ്രീഡം ഗേറ്റ് ഓഫ് പാരീസ് കേട്ടോ. ഇത് ഫ്രഞ്ച് ആർമീസിൻ്റെ അച്ചീവ്മെൻറ്റ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത ഗേറ്റാണ്. അന്ന് നമ്മൾ പോയ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് പാരീസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും, അവിടെ കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അല്ലാത്ത സിവിലിയൻസിനെ ബാക്കി ടൂറിസ്റ്റുകളെയൊന്നും അവിടെ കയറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെളിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നു കേട്ടോ. അന്ന് തന്നെ ഫുട്ബോൾ മാച്ചും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല ക്രൗഡായിരുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ നിന്ന് തിരിയാതെ നമ്മൾ നേരെ ടാക്സി പിടിച്ച് ഈഫിൾ ടവറിൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. ഞാൻ മെയിനായിട്ട് പോയത് നമ്മുടെ ഈഫിൾ ടവർ കാണാനും അതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു. അപ്പം നേരെ വണ്ടി വിട്ടു ഈഫിൾ ടവറിലേക്ക്. പിന്നെ അവിടെ ചെന്ന് ഉടനെ തുടങ്ങിയില്ലേ പ്രഹസനം. കുട്ടാപ്പി ഈഫിൾ ടവർ നോക്കിയേ 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 നോക്കിയേ. ഹായ് അച്ഛ അമ്മ കുട്ടാപ്പി. बाद में इवनिंग ले लेगा, नाइट टाइम पे. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ ചുറ്റും നടക്കുന്ന ആൾക്കാർ സ്കാമിൻ്റെ ആൾക്കാരാട്ടോ. നമ്മൾ ഒന്നിനും കൊണ്ടൊന്ന് തലവെച്ച് കൊടുക്കരുത്. അത് ഒന്നാമത്തെ കാര്യം. ലൈറ്റ് എവിടെ? ലൈറ്റ് അതാ ലൈറ്റ് ആണോ അവിടെ? കുട്ടാപ്പി കുട്ടാപ്പി ലൈറ്റ് എവിടെ കിടക്കുന്ന? ലൈറ്റ് അങ്ങനെ കൃത്യരാത്രി 10 മണിയായപ്പോൾ ഈഫിൾ ടവറിൻ്റെ സ്പാർക്ലിംഗ് ലൈറ്റ് ഓൺ ചെയ്തു കേട്ടോ. എല്ലാവരും വാവുന്നൊരു വിളി വിളിച്ചു കേട്ടോ. ആ ഒരു നിമിഷം ഫോണെടുത്ത് റെഡിയാവാൻ പറ്റില്ല. നമ്മൾ കണ്ണിൽ കണ്ടത് ശരിക്കും വാവ് കേട്ടോ. ബുർജ് ഖലീഫ പോലെ എല്ലാ അവേഴ്സിലും ഈ ലൈറ്റ് ഓൺ ചെയ്യും കേട്ടോ. നമ്മൾ വിചാരിച്ചത് എപ്പോഴും നൈറ്റ് ടൈം എപ്പോഴും ഈ സ്പാർക്ലിംഗ് കിട്ടുമെന്നാണ്. അല്ല, എല്ലാ ഓരോ മണിക്കൂർ കൂടുമ്പോഴാണ് അവർ ഈ സ്പാർക്ലിംഗ് ലൈറ്റ് ഇടുന്നത് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ നെക്സ്റ്റ് അവറിൽ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈഫിൾ ടവർ സ്പാർക്കിൾ ചെയ്യുമ്പോൾ ഒരു കിസ് അടിക്കണമെന്ന്. നമ്മൾ എല്ലാ റൊമാൻറ്റിക് സിനിമകളിൽ കാണാറില്ലേ, അതേപോലെ.
ഇത്രയും പോരാഞ്ഞിട്ട് നമ്മൾ റൂമിൻ്റെ അവിടെ വന്നിട്ടും നേരെ പോയി അടുത്ത സ്പാർക്ലിംഗ് ടൈമായപ്പം വീണ്ടും പോയി നോക്കി കേട്ടോ. ഇതിനാണ് മെയിനായിട്ട് നമ്മൾ മെർക്യൂറിൽ റൂം എടുത്തത് തന്നെ. മെർക്യൂർ പാരീസ്. ഇതിലും അടുത്ത് ഈഫിൽ ടവറിലുള്ള ഹോട്ടൽ സ്വപ്നങ്ങളിൽ മാത്രം. ഫുട്ബോൾ മാച്ച് വിൻ ചെയ്തതിൻ്റെ ആഘോഷ പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് കാണാമായിരുന്നു ഫയർ വർക്കൊക്കെ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഈഫിൽ ടവറിൻ്റെ തൊട്ടടുത്താണ് റൂം. അപ്പോൾ തീരെ ഈഫിൽ ടവർ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇറങ്ങി കേട്ടോ. എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. നമ്മൾ ഇനി നെക്സ്റ്റ് സൈഡിലോട്ട് പോയി കേട്ടോ. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അവിടെ പോയ കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. ഇത് പാരീസിലെ ലോക്കലി മെയ്ഡ് ക്രോസോണ്ടാണ് കേട്ടോ. നിങ്ങളവിടെ പോയാൽ മസ്റ്റായിട്ട് ഒരു ബേക്കറി ഐറ്റമെങ്കിലും വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും കിടിലും ക്രോസോണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പാരീസിലെ സിറ്റി ടൂർ ബസ് കേട്ടോ. ഇതിൽ ഡേ ടൂർ പാസും ഉണ്ട്, നൈറ്റ് ടൂർ പാസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങി അടുത്ത ബസ് വരുമ്പോൾ കയറിയാൽ മതി കേട്ടോ. അപ്പം we are here in the Louvre Museum. Bye bye. 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 ഈ മ്യൂസിയമാണ് നാഷണൽ ആർട്ട് മ്യൂസിയം ഇൻ പാരീസ് കേട്ടോ. ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള മ്യൂസിയമാണ്. ഇവിടെയാണ് മൊണാലിസയുടെ ഒറിജിനൽ പെയിൻറ്റിങ് ഉള്ളത് കേട്ടോ. ബൈ ബൈ. എവിടെ കുട്ടാപ്പി? എവിടെ കുട്ടാപ്പി? എവിടെ? ബൈ ബൈ. ബൈ ബൈ. അടുത്തത് നമ്മൾ പോയത് ഫ്രഞ്ച് കത്തോലിക് ചർച്ച് കാണാനാണ് കേട്ടോ. അവിടെ പോയപ്പോൾ ഒടുക്കത്തെ ക്രൗഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉള്ളിലൊന്നും കയറിയില്ല. ആൻഡ് നമ്മളെ ട്രെയിനിനുള്ള സമയമായി. എടാ ഇവിടെ വന്നിട്ട് കാക്ക എവിടെ നോക്കുന്നേ? പാരീസിൽ വന്നിട്ട് കാക്കയെ നോക്കുന്നു. കാക്കയെ നാട്ടിൽ കാണാത്ത പോലെ അല്ലേ? എടാ എടാ കുറ്റാപ്പി. ഓക്കെ ഓക്കെ ബൈ ബൈ. സി യു പാരീസ്. ഇനിയില്ല, ഒറ്റ എനിക്ക് മതി പാരീസ്. ഒരിക്കൽ കൂടെ നമ്മള് എടുക്കൂല. ഇനി സി യു ലേറ്റർ വേണ്ട, ഒള്ളി സി യു. ബൈ ബൈ. ബൈ. ഇതാണ് ബുള്ളറ്റ് ട്രെയിൻ, ഫ്രാൻസ് ടു സ്വിറ്റ്സർലാൻഡ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. TGV. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ആയി. അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ ആയി അല്ലേ നമുക്ക്? അതെ അതെ, നമ്മുടെ നാട്ടിലില്ല ഈ സാധനം. അടിപൊളി ഇത് കേട്ടോ. 15 നോക്കണമെന്ന് പറഞ്ഞു. സോ അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഡ്രീം പ്ലേസ് ആയ സ്വിറ്റ്സർലാൻഡ് ഓൺ എ ബുള്ളറ്റ് ട്രെയിൻ.
അതെ അതെ ബുള്ളറ്റ് ട്രെയിൻ. എവിടെ പോവാ? സ്വിറ്റ്സർലാൻഡിൽ പോകണോ? അതും ബുള്ളറ്റ് ട്രെയിനില്ല. ഏറ്റവും സ്പീഡുള്ള ട്രെയിനാണ് പോണേ വേൾഡിലേക്ക്. അറിയാമോ? നോക്കടാ മിഠായി. ട്രെയിനിലെ റെസ്റ്റോറൻറ്റ്. അതാ ട്രെയിനിലെ റെസ്റ്റോറൻറ്റ് അല്ലേ? ഓക്കെ ടാറ്റാ ബൈ ബൈ. ബുള്ളറ്റ് ട്രെയിനിലെ റെസ്റ്റോറൻറ്റ്. അല്ല കിട്ടിയില്ല. ബൈ ബൈ. പാപ്പാൻ കഴിക്കണം. പാപ്പത്തേക്ക് പോവാ നമ്മള്. വിസ പപ്പ. മച്ചു വീഡിയോ ഒന്നും കിട്ടണില്ല, പറക്കുന്നു. 320 കിലോമീറ്റർ സ്പീഡിൽ നോക്ക് വീഡിയോ എടുക്കുന്ന ഒന്നും കിട്ടുന്നില്ല. നോക്ക്. ബൈ 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 ബൈ.